ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ അല്ലേ? വിജയദശമിയാണ്. വിജയദശമി ദിവസമാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ അറിവിൻ്റെ ലോകത്തേക്ക് കളികളിൽ നിന്ന് അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് വന്നിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ എന്താ പറയുക, ദൈവത്തിൻ്റെ മുന്നിലിരുന്നിട്ട് അറിവിൻ്റെ ഒരു ലോകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞും ഇന്ന് 2ാം വട്ടം എന്ന് എഴുതി കേട്ടോ. കൊല്ലൂർ മൂകാംബികയിലാണ് അവൻ ആദ്യമായിട്ട് ആദ്യാക്ഷരം കുറിച്ചത്. അവൻ ഈ കൊല്ലവും ദേവിയുടെ മുന്നിൽ പോയിട്ട് എഴുതാനുള്ളൊരു ഭാഗ്യം ദേവി തന്നു. അപ്പോൾ ഇന്ന് അതും വിജയദശമി ദിവസം തന്നെ പോകാൻ പറ്റിയിട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് പോയപ്പോൾ ആദ്യാക്ഷരം കുറിച്ച സമയത്ത് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായത്. വിജയദശമി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ട് ആ ദിവസം ഭയങ്കര തിരക്കായിരിക്കും അമ്പലത്തിൽ. അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ടാണ് അന്ന് പോയിട്ടുണ്ടായത്. പക്ഷേ ഈ കൊല്ലം കുഞ്ഞിന് അന്നത്തെ ദിവസം തന്നെ ദേവിയുടെ നടയിൽ പോയിട്ട് ആദ്യാക്ഷരം കുറിക്കാൻ പറ്റി. അപ്പം അന്ന് ആദ്യാക്ഷരം കുറിച്ച സമയത്ത് അന്ന് ശാന്തി പറഞ്ഞിരുന്നു, എല്ലാ കൊല്ലവും ഇവിടെ വരാനുള്ളൊരു ഭാഗ്യം ദേവി നൽകട്ടെ എന്ന്. അപ്പോൾ ഈ കൊല്ലവും കുഞ്ഞിനെ അങ്ങോട്ട് ചെല്ലാൻ പറ്റി. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ അവിടെ പോയിട്ടാണ് ആദ്യാക്ഷരം കുറിക്കുക. അല്ലാണ്ടും എല്ലാ അമ്പലങ്ങളിലും സന്നദ്ധ സംഘടനകളൊക്കെ ആദ്യാക്ഷരം കുറിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ആദ്യമായിട്ട് പോയപ്പോൾ ഇത്തിരി വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടം പക്ഷെ അവനെ ഓൾറെഡി എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് അതൊക്കെ ഇവിടുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായത്. ഞാൻ അതൊക്കെ എഴുതിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാം എഴുതി. ആദ്യം ശാന്തി ഇങ്ങനെ മന്ത്രമൊക്കെ ചൊല്ലി, അത് കഴിഞ്ഞിട്ട് അക്ഷരങ്ങൾ എഴുതിച്ചിട്ടോ. ഈയും പിന്നെ ABCD അതേപോലെ 1 2 3 അങ്ങനെ എല്ലാ അക്ഷരങ്ങളും എഴുതിച്ചു. അപ്പോൾ അതൊക്കെ കുഞ്ഞ് തനിയെ എഴുതിയിട്ട് ഓൾറെഡി അവൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവൻ തനിയെ എല്ലാം അതിലെഴുതി. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. സാധാരണ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ആദ്യാക്ഷരം കുറിക്കുന്ന സമയത്ത് നമ്മൾ സരസ്വതി മണ്ഡപത്തിൽ ഇരുത്തിയിട്ടാട്ടോ ചെയ്യുക. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കാരണം അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ചണ്ഡിക ഹോമം നടക്കുന്ന ഹോളിൻ്റെ സൈഡിലെ വരാന്തയിലാണ് കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ചത്. സരസ്വതി മണ്ഡപത്തിലും കുറിക്കുന്നുണ്ടായിട്ട്. ഞങ്ങൾ ആദ്യമായിട്ട് പോയപ്പോൾ എടുത്തിട്ടുള്ളതാട്ടോ. അന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ. അന്ന് സരസ്വതി മണ്ഡപത്തിൽ ഇരുന്നിട്ടാട്ടോ നമ്മൾ എഴുതിയിട്ടുണ്ടായേ. അപ്പം അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ ഇന്ന് ആദ്യാക്ഷരം കുറിച്ച എല്ലാ കുഞ്ഞുങ്ങളും അറിവിൻ്റെ ലോകത്താണെങ്കിലും കലാപരമായിട്ടുള്ള ലോകത്താണെങ്കിലും എല്ലാവരും ഉന്നതിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. താങ്ക് യു.